അത്യാവശ്യം നല്ല തിക്ക് ഹെയർ ഉണ്ടായിരുന്ന ആളുകൾ. എന്നാൽ 50 വയസ്സിന് ശേഷം നിങ്ങളുടെ മുടി വളരെയധികം കൊഴിയുക, ഉള്ളു കുറയുക, നെറ്റി കയറുക എന്നീ പ്രശ്നങ്ങൾ ഫേസ് ചെയ്യുന്നവരാണോ നിങ്ങൾ? എങ്കിൽ തീർച്ചയായിട്ടും ഈ വീഡിയോ നിങ്ങൾക്കുള്ളതാണ്. നിങ്ങളുടെ നഷ്ടപ്പെട്ടു പോയ മുടി കരുത്തോടെ വളരുവാനും ഉള്ളു വർദ്ധിപ്പിക്കുവാനും മുടി കൊഴിച്ചിൽ ഇല്ലാതാക്കാനും വളരെ എഫക്റ്റീവായിട്ടുള്ള ഒരു ഹോം റെമഡിയാണ് ഇന്ന് ഞാൻ നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപായിട്ട് നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ ഈ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും. അപ്പോൾ അധികം വൈകിപ്പിക്കാതെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഐ എം കുക്കു. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എന്തുകൊണ്ടാണ് 50കൾക്ക് ശേഷം മുടി കൊഴിച്ചിൽ തീവ്രമാവുന്നത്? ഹോർമോണൽ ചേഞ്ചസ് ആണ് അതിന് പ്രധാനപ്പെട്ട ഒരു കാരണം. ഈസ്ട്രജൻ ഹോർമോൺ സ്ത്രീകളുടെ ശരീരത്തിൽ 50 വയസ്സിന് ശേഷം ക്രമാതീതമായി കുറയുന്നു. ഇത് മുടി കൊഴിച്ചിലിന് ഒരു കാരണമായി തീരുന്നു. മറ്റൊന്ന് മെനോപോസ്, ആർത്തവ വിരാമം. ഇതും ഹെയർ ഫോളിന് ഒരു കാരണമായി തീരുന്നു. അതേപോലെ സ്ട്രെസ്സ്, വൈറ്റമിൻസിൻ്റെ കുറവ്, ഇതെല്ലാം 50കൾക്ക് ശേഷമുള്ള മുടി കൊഴിച്ചിലിന് കാരണമാവുന്ന ഘടകങ്ങളാണ്. അപ്പോൾ ഇത്തരത്തിൽ മുടി കൊഴിച്ചിൽ ക്രമാതീതമായി വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയിൽ നമ്മൾ മുടിക്ക് ആദ്യം നൽകേണ്ടത് ഒരു ഓയിൽ മസാജിംഗ് ആണ്. കാരണം ഓയിൽ മസാജ് ചെയ്യുമ്പോൾ ബ്ലഡ് സർക്കുലേഷൻ നല്ല രീതിയിൽ വർദ്ധിക്കുകയും അതുകൊണ്ട് ഹെയർ ഫോളിക്കിൾസിലേക്ക് കൂടുതൽ ഓക്സിജൻ, ന്യൂട്രിയൻസ് എന്നിവ എത്തുകയും ഫോളിക്കിൾസ് ആക്റ്റീവ് ആവുകയും ഹെയർ ഗ്രോത്ത് വർദ്ധിക്കുകയും ചെയ്യുന്നു. മാത്രമല്ല ഇത് നമ്മുടെ സ്കാൽപ്പിന് ഒരു റിലാക്സേഷൻ നൽകുകയും നമ്മുടെ സ്ട്രെസ് ലെവൽ കുറയ്ക്കുകയും ചെയ്യുന്നു. അപ്പോൾ ഓയിൽ മസാജിങ്ങിനായിട്ട് നമ്മളിവിടെ എടുക്കുന്നത് 2 ഓയിലുകളാണ്. ഈ ഓയിലുകൾ രണ്ടും മിക്സ് ചെയ്തിട്ടാണ് നമ്മൾ സ്കാൽപ്പിൽ അപ്ലൈ ചെയ്യുന്നത്. അതിൽ ആദ്യത്തെ ഓയിൽ എന്ന് പറയുന്നത് ഒലിവ് ഓയിലാണ്. ഒലിവ് ഓയിലിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഗുണമെന്ന് പറഞ്ഞാൽ ഈ ഹോർമോണൽ ചേഞ്ചസ് മൂലം നമുക്ക് ഉണ്ടായ ഈ ഹെയർ ഫോളിനെ നല്ല രീതിയിൽ കൺട്രോൾ ചെയ്യാനായിട്ട് ഈ ഒലിവ് ഓയിൽ സഹായിക്കും. പിന്നെ ഈ ഒലിവ് ഓയിലിൽ വൈറ്റമിൻ ഇയും പോളിഫിനോൾസും ധാരാളമായിട്ട് അടങ്ങിയിട്ടുള്ളത് കൊണ്ട് തന്നെ ഓക്സിഡേറ്റീവ് സ്ട്രെസ് കുറയ്ക്കുവാനും ഹെയർ ഗ്രോത്ത് വർദ്ധിപ്പിക്കുവാനും വളരെയധികം സഹായിക്കുന്നു. പിന്നെ ഫ്രിസ്നെസ് കുറയ്ക്കുക, ഡ്രൈനെസ് ഇല്ലാതാക്കുക, നമ്മുടെ മുടിയിൽ നല്ലൊരു മോയ്സ്ചർ നിലനിർത്തുക, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളിൽ നമുക്ക് നല്ല ഹെൽപ്പ് ചെയ്യുന്നുവെന്നാണ് ഈ ഒലിവ് ഓയിൽ എന്ന് പറയുന്നത്. ഇതിൻ്റെ കൂടെ നമ്മൾ മിക്സ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന മറ്റൊരു ഓയിൽ എന്ന് പറയുന്നത് കാസ്റ്റർ ഓയിലാണ്. കാസ്റ്റർ ഓയിൽ നമുക്കറിയാം പണ്ട് കാലം മുതൽക്കേ മുടി വളരുവാനും മുടിക്ക് കട്ടിവെക്കുവാനും ഉള്ളു വരുവാനുമായിട്ടൊക്കെ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഒന്നാണ്. അതിന് പ്രധാനപ്പെട്ട ഒരു കാരണം കാസ്റ്റർ ഓയിലിൽ 90% റൈസിനോയിലിക് ആസിഡാണ്. ഇത് നമ്മുടെ ബ്ലഡ് സർക്കുലേഷൻ വർദ്ധിപ്പിക്കുകയും ഹെയർ ഫോളിക്കിൾസിൽ കൂടുതൽ ഓക്സിജനും ന്യൂട്രിയൻസും എത്തുന്നതിന് സഹായിക്കുകയും തന്മൂലം തലമുടിയുടെ വളർച്ച വർദ്ധിക്കുകയും ചെയ്യുന്നു. പിന്നെ ആൻറ്റി ഓക്സിഡൻ്റ് ആണ്, ഒമേഗ 3 ഫാറ്റി ആസിഡ് അടങ്ങിയിട്ടുണ്ട്. ഇതൊക്കെ ഡാമേജ്ഡ് ആയിട്ടുള്ള മുടിയെ റിപ്പയർ ചെയ്യുവാനും പുനർജീവിപ്പിക്കുവാനും വളരെയധികം സഹായിക്കുന്ന ഒന്നാണ്. എക്സ്ട്രീംലി തിക്ക് ഓയിൽ ആയതുകൊണ്ട് തന്നെ ഇതിൻ്റെ മോയ്സ്ചർ നമ്മുടെ സ്കാൽപ്പിലും അതേപോലെ തന്നെ ഹെയർ സ്ട്രാൻഡ്സിലും ലോക്ക് ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ ഹെയർ നല്ല സോഫ്റ്റ് ആവാനും സ്മൂത്ത് ആവാനായിട്ടും നമ്മളെ സഹായിക്കുന്നു. അപ്പോൾ വളരെയധികം പവർഫുള്ളായ 2 ഓയിലുകളാണ് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത്. ഒന്ന് ഒലിവ് ഓയിലും രണ്ടാമത്തേത് കാസ്റ്റർ ഓയിലും. ഇനി ഇതെങ്ങനെയാണ് ഹെയറിൽ അപ്ലൈ ചെയ്യേണ്ടതെന്ന് ഞാൻ പറയാം. അതിനായിട്ട് നിങ്ങൾ 3 ടീസ്പൂൺ ഒലിവ് ഓയിൽ എടുക്കുക. അതിലേക്ക് 1 ടീസ്പൂൺ കാസ്റ്റർ ഓയിൽ കൂടി ആഡ് ചെയ്യുക. ഇതൊരു ഡബിൾ ബോയിലിംഗ് മെത്തേഡിലൂടെ വേണം യൂസ് ചെയ്യാനായിട്ട്. ഒരു പാനിൽ കുറച്ച് വെള്ളം വെച്ചിട്ട് ഒന്ന് ചൂടാക്കാനായിട്ട് വെക്കുക. അതിലേക്ക് ഒരു ബൗളിൽ ഈ പറയുന്ന അളവിൽ, അതായത് ഒരു 3 ടീസ്പൂൺ ഒലിവ് ഓയിലും 1 ടീസ്പൂൺ കാസ്റ്റർ ഓയിലും ഒഴിച്ച് ഈ ബൗള് ഈ വെള്ളത്തിലേക്ക് ഇറക്കി വെക്കുക. എന്നിട്ട് ആ വെള്ളം തിളയ്ക്കുന്നതനുസരിച്ച് ഇതൊന്ന് ചെറിയ രീതിയിൽ ചൂടാവും. ചെറിയൊരു ചൂട് മതിയാവും. നമുക്ക് തൊട്ട് നോക്കുമ്പോൾ മനസ്സിലാവും. ആ ഒരു ചെറു ചൂടോടെ വേണം നമ്മളിത് തലയിൽ അപ്ലൈ ചെയ്യാനായിട്ട്. ഇത് നമ്മുടെ സ്കാൽപ്പിലും അതേപോലെ തന്നെ നമ്മുടെ ഹെയറിലും നല്ല രീതിയിൽ അപ്ലൈ ചെയ്യുക. അതിനുശേഷം നമുക്ക് ഇതിന് പുറത്ത്, അതായത് ഒരു അരമണിക്കൂർ അല്ലെങ്കിൽ 1 മണിക്കൂറിന് ശേഷം നമുക്ക് ഇതിന് പുറത്ത് ഒരു ഹെയർ പാക്കും കൂടെ അപ്ലൈ ചെയ്യേണ്ടതായിട്ടുണ്ട്. ആ ഹെയർ പാക്ക് തയ്യാറാക്കാനായിട്ട് നമ്മുടെ വീട്ടിൽ തന്നെയുള്ള ഇൻഗ്രീഡിയൻസ് മാത്രം മതിയാകും. വളരെ നാച്ചുറലായിട്ടുള്ള ഒരു ഹെയർ പാക്കാണിത്. വളരെ നല്ല ഒരു റിസൾട്ട് തരുന്നൊരു പാക്കാണിത്. എത്ര മുരടിച്ചു പോയ മുടിയാണെങ്കിലും നമുക്ക് ഈ പാക്ക് അപ്ലൈ ചെയ്ത് ഒരു ആഴ്ചയിൽ ഒരു 2 പ്രാവശ്യം നമ്മൾ ഈ ഹെയർ പാക്ക് അപ്ലൈ ചെയ്യേണ്ടതായിട്ടുണ്ട്. എത്ര വളർച്ച നിലച്ചു പോയ മുടിയാണെങ്കിലും നമുക്ക് വളർത്തിയെടുക്കാനായിട്ട് സാധിക്കും. അതിന് ആദ്യം ആവശ്യമായിട്ടുള്ളത് കുറച്ച് ഉലുവയാണ്. ഉലുവ നമ്മുടെ വീട്ടിൽ തന്നെ ഉള്ളൊരു കാര്യമാണ്. അപ്പോൾ 2 ടീസ്പൂൺ ഉലുവയാണ് നമുക്ക് ഇതിന് ആദ്യമായിട്ട് ആവശ്യമുള്ളത്. ഇത് നമ്മൾ കുറച്ച് വെള്ളമൊഴിച്ച് ഒരു ഓവർനൈറ്റ് സോക്ക് ചെയ്യാനായിട്ട് വെക്കണം. പിറ്റേ ദിവസം രാവിലെ ആ ഒരു വെള്ളത്തോടു കൂടി തന്നെ വേണം നമുക്ക് ഈ ഹെയർ പാക്ക് തയ്യാറാക്കാനായിട്ട്. ഇതിൻ്റെ കൂടെ രണ്ടാമതായി നമുക്ക് ആവശ്യമായിട്ടുള്ളത് കുറച്ച് കറിവേപ്പിലയാണ്.
കറിവേപ്പില മുടി വളരുവാനും അതേപോലെ തന്നെ മുടി നന്നായി കറുക്കുവാനുമായിട്ടൊക്കെ വളരെയധികം സഹായിക്കുന്ന ഒന്നാണ്. കാരണം ഈ കറിവേപ്പിലയിൽ അമിനോ ആസിഡ്സ് ഉണ്ട്, പ്രോട്ടീൻസ് ഉണ്ട്, ആൻറ്റി ഓക്സിഡൻസ് ഉണ്ട്. ഇതൊക്കെ ധാരാളമായിട്ടുള്ളത് കൊണ്ട് തന്നെ മുടി നല്ല സ്ട്രെങ്തൻ ആകാനും ഡാൻഡ്രഫ് ഉണ്ടെങ്കിൽ അതിനെയൊക്കെ കൺട്രോൾ ചെയ്യാനും സ്കാൽപ്പിൽ എന്തെങ്കിലും ചൊറിച്ചിൽ, ഇറിറ്റേഷൻസ് ഇതൊക്കെ ഉണ്ടെങ്കിൽ അതിനെയൊക്കെ നീക്കം ചെയ്യാനായിട്ടും ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നതാണ്. അപ്പോൾ നമ്മുടെ ഈ ഹെയർ പാക്കിന് രണ്ടാമതായിട്ട് ആവശ്യമായിട്ടുള്ളത് കറിവേപ്പിലയാണ്. ഇനി മൂന്നാമതായിട്ട് നമുക്ക് ആവശ്യമുള്ള കാര്യം എന്ന് പറയുന്നത് പേരയിലയാണ്. ഇത് നമ്മുടെ എല്ലാം വീടുകളിൽ ഉള്ള ഒരു കാര്യം തന്നെയാണ്. പേരയുടെ ഒരു 4 ഇലകളാണ് നമുക്ക് ഈ ഹെയർ പാക്ക് തയ്യാറാക്കാനായിട്ട് ആവശ്യം. മുടി വളർച്ചയെ വളരെയധികം സഹായിക്കുന്ന വളരെയധികം ബെനിഫിഷ്യൽ ആയിട്ടുള്ള ഒന്നാണ് ഈ പേരയില. ഇതിൽ വൈറ്റമിൻ ബി, സി, ആൻറ്റി ഓക്സിഡൻസ് ഇതൊക്കെ ധാരാളമായിട്ട് അടങ്ങിയിട്ടുള്ളത് കൊണ്ട് തന്നെ ഏജിങ്ങിൻ്റെ ഭാഗമായിട്ട് തിന്നായി പോയ നമ്മുടെ മുടിയെ നല്ല രീതിയിൽ കട്ടിവെപ്പിക്കാനായിട്ട് ഇത് വളരെയധികം സഹായിക്കും. അതേപോലെ ഈ മുടി കൊഴിച്ചിൽ ഇല്ലാതാക്കുവാനും നെറ്റ് കയറുന്നത് തടയുവാനുമായിട്ടൊക്കെ ഈ പേരയുടെ ഇല നമ്മളെ വളരെയധികം സഹായിക്കുന്നതാണ്. ഇനി അടുത്തതായിട്ട് നമുക്ക് വേണ്ട ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് അലോവേറയാണ്. നമ്മുടെ വീട്ടിൽ തന്നെയുള്ള വളരെ ഫ്രഷ് ആയിട്ടുള്ള അലോവേറ എടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. അതിൻ്റെ ഒരു ലീഫ് മതിയാകും. അലോവേറ നമുക്കറിയാം നമുക്ക് സ്കിന്നിനും വളരെയധികം നല്ലതാണ്, അതേപോലെ തന്നെ ഹെയറിനും വളരെയധികം ബെനിഫിഷ്യൽ ആയിട്ടുള്ള ഒന്നാണ്. ഇത് മുടി നല്ല സോഫ്റ്റ് ആവാനും സ്മൂത്ത് ആവാനും ഫ്രിസ്നെസ് ഒക്കെ നല്ല രീതിയിൽ കൺട്രോൾ ചെയ്യാനായിട്ടും അതേപോലെ തന്നെ നല്ല രീതിയിൽ മുടി വളരുവാനുമായിട്ടുമൊക്കെ അലോവേറ വളരെയധികം ഹെൽപ്പ് ചെയ്യുന്നതാണ്. അപ്പോൾ നമ്മുടെ ഒരു ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് ഇതിനകത്ത് അലോവേറയാണ്. ഇനി അടുത്തൊരു ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് തൈരാണ്. തൈര് നമ്മുടെ വീട്ടിൽ തന്നെ ഉള്ള ഒരു കാര്യമാണ്. ഇത് പ്രോട്ടീനാണ്, ലാക്റ്റിക് ആസിഡാണ്. ഇത് നമ്മുടെ മുടി വളർച്ചയും വളരെയധികം സഹായിക്കുന്ന ഒന്നാണ്. നമ്മുടെ സ്കിന്നിന് മാത്രമല്ല നമ്മുടെ മുടിക്കും വളരെയധികം ബെനിഫിഷ്യൽ ആയിട്ടുള്ള ഒന്നാണ്. അപ്പോൾ ഇത്രയും ഇൻഗ്രീഡിയൻസ് ആണ് നമുക്ക് ഈ ഒരു ഹെയർ പാക്ക് തയ്യാറാക്കാനായിട്ട് ആവശ്യമായിട്ടുള്ളത്. ഏതൊക്കെയാണ്? ആദ്യത്തേത് ഉലുവയാണ്, രണ്ടാമതായിട്ട് നമുക്ക് ആവശ്യമായിട്ടുള്ളത് കറിവേപ്പിലയാണ്, മൂന്നാമതായിട്ട് നമുക്ക് ആവശ്യമായിട്ടുള്ളത് പേരയിലയാണ്, നാലാമതായിട്ട് നമുക്ക് ആവശ്യമായിട്ടുള്ളത് അലോവേറയാണ്, അഞ്ചാമതായിട്ട് നമുക്ക് ആവശ്യമായിട്ടുള്ളത് കുറച്ച് തൈരാണ്. ഇനി ഇതെങ്ങനെയാണ് തയ്യാറാക്കേണ്ടതെന്ന് ഞാൻ പറയാം. അതിനായിട്ട് നമ്മൾ തലേ ദിവസം സോക്ക് ചെയ്യാനായിട്ട് വെച്ച ആ ഉലുവ ആ വെള്ളത്തോടു കൂടി തന്നെ മിക്സിയിലിട്ട് നമ്മൾ നന്നായിട്ട് അരച്ചെടുക്കണം. അപ്പോൾ അതിൻ്റെ കൂടെ നമുക്ക് ഈ പേരയിലയും കറിവേപ്പിലയും അതേപോലെ അലോവേറയും ഇത്രയും ഇൻഗ്രീഡിയൻസ് കൂടി നന്നായിട്ട് നല്ലപോലെ അരച്ചെടുക്കുക. എന്നിട്ട് അതിലേക്ക് ഒരു 2 ടീസ്പൂൺ ഈ തൈരും കൂടി ആഡ് ചെയ്യുക. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ ഈ ഒരു ഹെയർ പാക്ക് അപ്ലൈ ചെയ്യേണ്ടത് ഞാൻ ആദ്യം പറഞ്ഞ ആ 2 ഓയിലുകൾ മിക്സ് ചെയ്ത് നമ്മുടെ തലയിൽ നല്ലതുപോലെ തേച്ച് പിടിപ്പിച്ചതിന് ശേഷമായിരിക്കണം. അതിനുശേഷം ഒരു അരമണിക്കൂർ അല്ലെങ്കിൽ 1 മണിക്കൂറിന് ശേഷം നിങ്ങൾക്ക് ഈ ഒരു ഹെയർ പാക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. നിങ്ങളുടെ സ്കാൽപ്പിലും അതേപോലെ തന്നെ ഹെയറിലും ഒക്കെ നന്നായിട്ട് ഒന്ന് തേച്ച് പിടിപ്പിക്കുക. എന്നിട്ട് നിങ്ങൾക്കൊരു അരമണിക്കൂറിന് ശേഷം നിങ്ങൾക്ക് വാഷ് ചെയ്യാവുന്നതാണ്. അരമണിക്കൂറിന് ശേഷം നിങ്ങൾ വാഷ് ചെയ്യുന്നത് നിങ്ങൾക്ക് ഷാമ്പു ഉപയോഗിച്ച് തന്നെ നിങ്ങൾക്ക് വാഷ് ചെയ്യാവുന്നതാണ്, ഒരു കുഴപ്പവുമില്ല. ഈ ഒരു രീതിയിൽ, അതായത് ആദ്യം ഓയിൽ അപ്ലൈ ചെയ്യുക, അതിനുശേഷം ഈ പറയുന്ന ഈ ഹെയർ പാക്ക് കൂടെ അപ്ലൈ ചെയ്യുക. ഇങ്ങനെ നിങ്ങൾ അപ്ലൈ ചെയ്യുവാണെങ്കിൽ നിങ്ങളുടെ എത്ര നഷ്ടപ്പെട്ടു പോയ മുടിയാണെങ്കിലും, തീരെ കട്ടി കുറഞ്ഞ് ഉള്ളു നഷ്ടപ്പെട്ട കൊഴിഞ്ഞു പോയ മുടിയാണെങ്കിലും നിങ്ങൾക്ക് വളർത്തിയെടുക്കാനായിട്ട് സാധിക്കും. പക്ഷേ അതിനായിട്ട് കുറച്ച് സമയം മാറ്റി വെക്കേണ്ടതായിട്ടുണ്ട്. നിങ്ങൾക്ക് ഈ ഒരു പാക്ക് തയ്യാറാക്കി നിങ്ങൾക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിച്ചും നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ആഴ്ചയിൽ ഒരു 2 പ്രാവശ്യം നിങ്ങളിത് യൂസ് ചെയ്താൽ മതിയാകും. എന്തായാലും ഈ ഒരു ഹെയർ പാക്ക് നിങ്ങൾക്ക് നല്ല രീതിയിൽ മുടി കൊഴിച്ചിലുണ്ട്, ഉള്ളു കുറയുന്നുണ്ട്, നെറ്റി കയറുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഈ ഹെയർ പാക്ക് ഒന്ന് ട്രൈ ചെയ്യുക. അതോടൊപ്പം തന്നെ ആ ഒലിവ് ഓയിലും അതേപോലെ കാസ്റ്റർ ഓയിലും മിക്സ് ചെയ്ത് നിങ്ങൾ തലയിൽ അപ്ലൈ ചെയ്യുക. നല്ല റിസൾട്ട് കിട്ടുമെന്ന കാര്യത്തിൽ യാതൊരു സംശയം വേണ്ട. നിങ്ങൾ ഇതെന്തായാലും ട്രൈ ചെയ്ത് നോക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് പ്രതീക്ഷിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ.